കാന്താര ചാപ്റ്റർ 1 അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും അതുപോലെ അവർ ഇറക്കിയിട്ടുണ്ട്. മലയാളം ട്രെയിലറാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ ഒരു സന്തോഷം പങ്കുവച്ചോട്ടെ. ഹൊമ്പാലെ ഫിലിംസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഗൈസ്. അതിൽ അവരുടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിലും നമ്മളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊക്കെ ഒരു മെയിൽ വരുന്ന സമയത്തെ എനിക്കത് ഭയങ്കര സന്തോഷകരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഡിയർ ഉണ്ണി വ്ളോഗ് സിനിഫൈൽ നമ്മുടെ ഒരു ട്രെയിലർ നാളെ റിലീസ് ആവാൻ പോവുകയാണ്, നിങ്ങളതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കൂ എന്നൊക്കെ പറയുന്നൊരു മെയിലൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. സാധാരണ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ ഫിലിം മേക്കേഴ്സ് പലപ്പോഴും ട്രെയിലേഴ്സൊക്കെ അയച്ചു തന്നിട്ട് നിങ്ങളത് ഒരു അഭിപ്രായം പറയുമോ, ഒരു റിയാക്ഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഹൊമ്പാലെ ഫിലിംസ് എന്ന് പറയുന്നത് ഇത്രയും ഭാഷകളിൽ അവരുടെ ഒരു സിനിമ റിലീസാവുന്നു എന്ന് പറയുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് എല്ലാവരും ഇരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അവരുടെ ഒരു ഏറ്റവും ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയുടെ ട്രെയിലർ വരുന്ന സമയത്ത് അവർ ഇൻഡിവിജ്വലി ആളുകൾക്ക് മെയിൽ അയക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് മാത്രമായിരിക്കില്ല കേട്ടോ, വേറെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പേര് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരൊരു മെയിൽ അയക്കുന്നു എന്ന് പറയുന്നത് ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ മൂവീസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് എനിക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. ആ സിനിമയെക്കുറിച്ചും അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. നിങ്ങളിത് കാണൂ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻ പറയുമെന്ന് അവർ നമ്മളോട് പറയുമ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്റ്റിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചില പ്രൊഡ്യൂസേഴ്സ് അതുപോലെ ചില ഡയറക്ടേഴ്സൊക്കെ അവരുടെ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്കെ നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പറയാം, നിങ്ങൾക്ക് എന്ത് അഭിപ്രായം തോന്നിയാലും പറയാം. അത് അവർ പറയുന്നത് നിങ്ങൾ പടം ഒന്ന് കണ്ടാൽ മതി, കണ്ടിട്ട് നിങ്ങൾക്ക് കുറ്റം പറയാൻ തോന്നിയാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറ്റം പറഞ്ഞോ, നമുക്കൊരു വിഷമമില്ല. വിഷമം ഉണ്ടാവും, പക്ഷേ അത് നിങ്ങളുടെ കുറ്റമായിട്ട് പറയുകയോ നമ്മളെ അവഹേളിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ചില ആൾക്കാർ പക്ഷേ സിനിമ ഇറങ്ങുന്നത് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ പടത്തിന് നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ മിക്കവാറും അവർ തന്നെ പത്രസമ്മേളനം നടത്തി ബഹളം വെക്കും. പക്ഷേ വളരെയധികം തങ്ങളുടെ പ്രോഡക്റ്റിൽ കോൺഫിഡൻസ് ഉള്ള ആളുകളുണ്ട്. ഹൊമ്പാലെ ഫിലിംസിന് പ്രത്യേകിച്ച് കാന്താര ചാപ്റ്റർ 1 വരുമ്പോൾ അതിലൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാണ്. ഋഷഭ് ഷെട്ടിയെ ഒന്ന് നിറഞ്ഞാടുന്നത് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ സിനിമയിൽ ഋഷഭ് ഷെട്ടി ഉണ്ട്, രുക്മിണി വസന്ത് ഉണ്ട്, ഗുൽഷൻ ദേവയ്യ, കുലശേഖര തുടങ്ങിയ ഒരു താരനിരയുമായിട്ടാണ് വരുന്നത്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. കുറേ അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലും ഒക്കെയുള്ള പല ആളുകളും ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസങ്ങളൊക്കെ ആളുകളിങ്ങനെ സ്വന്തമായി രൂപീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എന്തായാലും ട്രെയിലർ നമ്മുടെ മുന്നിലിരിക്കുകയല്ലേ, ട്രെയിലർ കാണാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കാന്താര ഞാൻ ആദ്യം കാണുന്നത് ഒറിജിനൽ ലാംഗ്വേജാണ്, മലയാളത്തിലല്ല കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് കണ്ടത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ചില തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നാണ് കാന്താര ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നത്. അതൊരു ഇടിവെട്ട് പരിപാടി തന്നെയായിരുന്നു. ആ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാന്താര ചാപ്റ്റർ 1 വരുന്ന സമയത്ത്. അവരും വിഷ്വലി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് ആ സിനിമ ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെന്തോ ആണ് ആ സമയത്ത് ആ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പടം വേറെ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, വലിയ കളക്ഷനിലേക്കൊക്കെ മാറാൻ തുടങ്ങി. നമുക്ക് നൊസ്റ്റാൾജിയ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രെയിലർ കാണാം. അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാ മായയായത്? ഇവിടുന്ന് എല്ലാത്തിന്റെ തുടക്കം. നമ്മുടെ പൂർവീകർ ജീവിച്ചത് ഇവിടെയാ. അതൊരു വലിയ ചരിത്ര സംഭവം. എന്ത് ചരിത്ര സംഭവം? ദൈവാംശമുള്ള കല്ലായിരിക്കും. എപ്പോഴൊക്കെ മനുഷ്യൻ അധർമ്മം ചെയ്യുന്നോ അപ്പോഴൊക്കെ ധർമ്മം സംരക്ഷിക്കാൻ ഈശ്വരൻ ഭൂതഗണങ്ങളെ അയക്കും. ആ ഗണങ്ങളെല്ലാം കുടിയിരുന്നതോ ഈ പുണ്യഭൂമിയിലും. ഓ, എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ആ കാണുന്നതാണ് കാന്താര. അങ്ങോട്ടേക്ക് ഒരിക്കലും പോകരുത് മക്കൾ. എന്താ ചിരിക്കുന്നു? അവിടെ ബ്രഹ്മരക്ഷസുണ്ട്. ജയറാമിൻ്റെ സൗണ്ട് അല്ലേ അത്? അതെ, ജയറാം. ഇനി മുതൽ വിളവെടുപ്പിന്റെ മൂന്നാമത്തെ കാന്താരയിലുള്ളവർ നമ്മുടെ തുറമുഖത്ത് കച്ചവടത്തിൽ എത്തിയിട്ടുണ്ട്. ബാങ്കരയിലേക്ക് നിങ്ങളെയൊക്കെ ആരാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ? അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വന്നൂടെ? അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഇതെല്ലാം നിന്റെ ആൾക്കാരറിഞ്ഞ നീ ഞങ്ങളൊപ്പം വരേണ്ടി വരും. നമ്മുടെ യുവറാണിയുടെ കൂടെ അവൻ ഇരിക്കുന്നത് കണ്ട അടുത്ത തന്നെ അങ്ങയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന തോന്നുന്നു. നമുക്കുണ്ടായ കളങ്കത്തിന് കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചിരിക്കും. രാജാവ്
പ്രണയമാണ്. ഈശ്വരൻ ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നോന്ന് മാത്രമല്ല, കുടിയിരിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും ഉണ്ടോ? ആ സാധനം കണ്ടോ ഡീറ്റെയിലും. കാന്താരയിൽ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു കാര്യം, നമ്മൾ കോഎക്സിസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു നീഡ്, അതുപോലെ ആളുകൾക്ക് കിട്ടേണ്ടുന്ന ഒരു റെസ്പെക്റ്റ്, പ്രൊട്ടക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ ആ സിനിമ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടായിരുന്നു. കുറേ ആൾക്കാർ അതിനൊരു ഭക്തി ലെയറിൽ മാത്രമാണ് ആ സിനിമയെ കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. വേറെ കുറച്ച് ആളുകൾ അവരുടെ ഇഷ്ടത്തിന്. ഞാൻ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പറഞ്ഞ കാടിനെ സംരക്ഷിക്കേണ്ട ആളുകളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ആ ഒരു പ്രസൻറ്റേഷനിൽ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. നമ്മളെല്ലാം കോഎക്സിസ്റ്റ് ചെയ്ത് പോകേണ്ടതിൻ്റെ, പരസ്പര സഹകരണത്തിൽ പോകേണ്ടതിൻ്റെ ആ ഒരു കാര്യമൊക്കെയാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്യുന്നത് ഒരു പ്രണയത്തിൻ്റെ ലെയർ ഇതിനകത്തുണ്ട്. ഈ കാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ, അയാൾ നാട്ടിലുള്ള ഒരു രാജാവിൻ്റെ മകളെയോ മറ്റോ പ്രേമിക്കുന്നു. ആ ഒരു സ്നേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് രണ്ടും ഇടകലറുക എന്ന് പറയുന്നത്, അതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും. നമ്മളീ പറയുന്ന കാസ്റ്റ് ഒരു വിഷയമാണ്, ക്ലാസ് ഒരു വിഷയമാണ്, രക്തശുദ്ധിയിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇവർ ഒരുമിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയും അവരെ ഒരു പക്ഷേ പിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ ഫോഴ്സ് ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് ഈ പറയുന്ന ദൈവികമായിട്ടുള്ള ഒരു ഫോഴ്സ് അതിലേക്ക് വരുന്നത് ഈ പ്രണയം തീരുന്നിടത്തായിരിക്കും. നമ്മൾ ഈ തെയ്യത്തിൻ്റെയൊക്കെ കഥകൾ എടുത്ത് നോക്കുമ്പോഴേ, ഒന്നെങ്കിൽ ഒരാളെ കൊന്നൊടുക്കുന്നതിൻ്റെ ശേഷം, ചിലപ്പോൾ പ്രണയത്തിൻ്റെ പേരിലായിരിക്കാം, അവകാശങ്ങൾ ചോദിച്ചതിൻ്റെ പേരിലായിരിക്കാം, അയാളുടെ ജാതിയുടെ പേരിൽ ആക്കിയതിൻ്റെ പേരിലായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ ഉപദ്രവിക്കപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഈ ഫോഴ്സ് വന്നിട്ട് ഇവരൊരു വലിയ ദേവിയായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ദേവനായി, ഒരു വിശ്വാസമായിട്ടൊക്കെ മാറുന്നത്. അങ്ങനെയാണ് ചില സമയത്ത് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു പാടത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അത് അടച്ചപ്പോൾ അതിനകത്തൊരു മനുഷ്യനെ കൂടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കൂടി ചേർത്ത് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ പിന്നീട് പ്രതികാര ദാഹിയായി വന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ പല തരത്തിലാണ് ഈ നാട്ടുമ്പുറങ്ങളിൽ കഥകൾ ഉണ്ടാകുന്നത്, വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഈ പറയുന്ന കാടും രാജാവ് ഭരിക്കുന്ന നാടും ഒക്കെ ചേരുന്നുണ്ട്. അവിടെയും ഇവരൊരുമിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവിടെ ചതിയുടെ എലമെൻറ്റുകളുണ്ടാവും. അങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള ആ പവറിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക്, അങ്ങനെയായിരിക്കും ഈ കഥ മുന്നോട്ട് പോകാമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷേ ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ ഋഷഭ് ഷെട്ടിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇതിനകത്താണ് കൂടുതലും തോന്നുന്നു. അതുപോലെ തന്നെ വിഷ്വലിന് അതിഭീകരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. ആ എഫക്ട്സും കാര്യങ്ങളൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്തും അവരിട്ടിട്ടുള്ള എഫേർട്ട്, ഭയങ്കര മാസ് പരിപാടികൾ അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു ഫീലാണ്. ഈ ട്രെയിലർ കാണുന്ന സമയത്തും കുറേ കാര്യങ്ങൾ കണ്ട പോലെ ഒരു ഫീലുണ്ട്. ഏകദേശം 3 മിനിറ്റോളം ട്രെയിലർ തന്നെയുണ്ട്. അതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മെസ്സേജുകളുടെ കാര്യത്തിൽ, സിനിമയിൽ അവർ അടക്കം ചെയ്തിട്ടുള്ള ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമെന്നും നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് സംസാരിക്കാനുണ്ടാവുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 2 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തൊക്കെ വിശ്വാസങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അല്ലേ. എന്തായാലും അതിഗംഭീരമായ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രേക്ഷകർക്ക് തരാൻ പോകുന്ന ഒരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കട്ടെ കാന്താര എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ മലയാളം ട്രെയിലർ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.